വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര, ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം കരച്ചിലുകൾ എത്ര തവണയായി ഇപ്പോൾ കാണുന്നു? ഫാദർ അടക്കമുള്ളവർ എത്ര തവണ സമരത്തിലേക്ക് ഇറങ്ങിയതാണ്? താങ്കൾക്കെതിരെ അടക്കം എത്ര കേസുകളാണ് എടുത്തത്? ഇതൊക്കെ നമ്മുടെ മുന്നിൽ നടന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിക്ടർ എന്ന പേരാണ് വരുന്നത്. എന്താണ് ഇനി നിങ്ങൾക്ക് മുന്നിലുള്ളത്? നമ്മുടെ സംസ്ഥാനത്ത് കണ്ണു തുറക്കാത്ത മത്സ്യത്തൊഴിലാളികളോട് വളരെ നിഷേധാത്മകമായി നിലപാട് സ്വീകരിക്കുന്ന ഭരണകൂടത്തിൻ്റെ അനാസ്ഥയാണ് ഇന്ന് പുലർച്ചെയും നമ്മുടെയൊക്കെ മനസ്സുകളിൽ വലിയ ആഘാതമുണ്ടാക്കി. സഹോദരൻ വിക്ടറിൻ്റെ മരണവും അതോടൊപ്പം തന്നെ മറ്റ് 3 മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട വാർത്തയും വന്നത്. ഈ പ്രശ്നം ഈ ജൂൺ ജൂലൈ മാസത്തിൽ കടൽ പ്രക്ഷുബ്ധമാകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഫിഷറീസ് മന്ത്രിയെ വെള്ളയമ്പലം ബിഷപ്സ് ഹൗസിൽ വിളിച്ച ഈ മുതലപ്പുഴയിൽ അദാനിയും കേരള സർക്കാരും തമ്മിൽ തയ്യാറാക്കിയിരിക്കുന്ന കരാർ പ്രകാരം അവിടെ മുതലപ്പുഴയിൽ ഡ്രഡ്ജ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് അടിയന്തരമായി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. അദാനിയുടെ നല്ല വലിയ ഡ്രഡ്ജർ ഇവിടെ വിഴിഞ്ഞത്ത് കിടപ്പുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ ഒരു നടപടിയും കാണാത്തതുകൊണ്ട് ആ പ്രദേശത്തെ ഈ ഭരണ സർക്കാരിൻ്റെ ജില്ലാ നേതാവിന് ബന്ധപ്പെട്ട് പറഞ്ഞു, വിഴിഞ്ഞത്ത് ഡ്രഡ്ജർ കിടപ്പുണ്ട്, ആ ഡ്രഡ്ജർ കൊണ്ടുവന്ന് 2 ദിവസം മുതലപ്പുഴയിൽ മണൽ മാറ്റുകയും അതിനകത്ത് അടിഞ്ഞു കിടക്കുന്ന പാറകളും കല്ലുകളും ഒക്കെ മാറ്റുകയാണെങ്കിൽ ഈ വർഷകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായി കടലിൽ പോകാൻ സാധിക്കും. അത് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ അതിന്മേൽ ഒരു പ്രതികരണം ഉണ്ടായില്ല. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പത്രത്തിലൂടെയാണ് ഞാൻ വാർത്ത കാണുന്നത്, വിദേശത്ത് നിന്നൊരു ടഗ് വന്നിരിക്കുന്നു. ആ ടഗിൽ കയറ്റി ഈ പറഞ്ഞിരിക്കുന്ന ഡ്രഡ്ജറെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി ആരംഭിക്കുകയാണെന്ന്. അപ്പോൾ തന്നെ വീണ്ടും ഈ അധികാരപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചു പറഞ്ഞു, സാർ അവിടെ ഇപ്പോൾ മണലെടുക്കുന്നത് വെറും ഈ പറഞ്ഞിരിക്കുന്ന കുളത്തിൽ മണലെടുക്കുന്ന പോലൊരു സംവിധാനമാണ്. ആ ഡ്രഡ്ജർ ഇവിടെ കൊണ്ടുവന്ന് 2 ദിവസം ഡ്രഡ്ജ് ചെയ്ത് തീർന്നാൽ 7 മീറ്റർ ആഴം വരും. അത് അദാനിയുമായിട്ട് 2018 കേരള സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമാണ്. പക്ഷേ എന്തോ ഈ അദാനിയെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കാനായിട്ട് ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. അദ്ദേഹം ഡ്രഡ്ജറും കൊണ്ടുപോയി. ആ ദിവസങ്ങളിൽ തന്നെയാണ് ഒരു ജോസഫ്, പിന്നെ തുടർന്ന് അബ്രഹാം, ഇപ്പോഴവസാനമായി വിക്ടർ. ഈ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 3 മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. 10ഓളം ബോട്ടുകൾ അപകടപ്പെട്ട് ഈ പാറയിൽ തട്ടി ഉടഞ്ഞു പോയിരിക്കുന്നു. ഈ പാറയിൽ തട്ടി ഉടഞ്ഞു പോകുന്ന ബോട്ടുകൾ ജീവിതങ്ങളുടെ തകർച്ചയാണ്. ഒരു കുടുംബം പുലർത്താനായിട്ട് ജീവിതം മുഴുവനും അധ്വാനിച്ച് ഇത്തരം ബോട്ടുകൾ വാങ്ങിച്ച് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോവുകയാണ്. ഞാൻ പറയുന്നത്, കേരള സർക്കാർ അദാനിയെ പ്രതി ചേർത്ത് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കണം. അദ്ദേഹം കേരള സർക്കാരുമായി നടത്തിയിരിക്കുന്ന ഉടമ്പടി പാലിച്ചിട്ടില്ല. ആ പാലിക്കപ്പെടാതെ ആ സന്ദർഭത്തിൽ 2018 മുതൽ 2024 വരെ ഉണ്ടായിരിക്കുന്ന അപകടങ്ങളുടെ മുഴുവനും ഉത്തരവാദി അദാനിയായിട്ട് മാറ്റണം. എന്നിട്ട് മരിച്ച ആളുകൾക്കൊക്കെ ഈ അടുത്ത കാലത്ത് ഈ പാറ കൊണ്ടുപോകുന്ന സംഗതി സംബന്ധിച്ച് മരണം ഉണ്ടായപ്പോൾ 1 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കടലിൽ മരണപ്പെട്ടെങ്കിൽ, നല്ല ധീരനായ മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടെങ്കിൽ അവർക്ക് നല്ല കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് സാധിക്കണം. ഞങ്ങൾ 2022 ഡിസംബർ മാസത്തിൽ സമരം നിർത്തുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം ഇതാണ്: ഈ മുതലപ്പുഴയിലെ അശാസ്ത്രീയമായ നിർമ്മാണം ഉൾപ്പെടെ പ്രശ്നങ്ങൾ മുഴുവനും പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നു. പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൂനെയിലുള്ള WPRS എന്ന ശാസ്ത്ര സാങ്കേതിക സംവിധാനത്തെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ആ സംവിധാനത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായ ആദ്യഘട്ടത്തിൽ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയത് 50 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഈ 50 കോടി രൂപ എന്ന് പറയുന്നത് മൂക്കിൽ പൊടിയിടുന്നത് പോലെ ആയിരിക്കും, ഇത് അപര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠനം നടത്തിയതിൻ്റെ വെളിച്ചത്തിലുള്ള പദ്ധതി രേഖ സമർപ്പിക്കാൻ പറഞ്ഞു.
തുടർന്ന് സമർപ്പിച്ചതാണ് 164 കോടി രൂപയുടെ പദ്ധതി. ഈ പദ്ധതിയെ സംബന്ധിച്ചും ആ പദ്ധതി പ്രകാരം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന നിർമ്മാണം സംബന്ധിച്ചും ഒരു രേഖ പത്രത്തിൽ വന്നു. ഈ പഠനങ്ങളൊന്നും മത്സ്യത്തൊഴിലാളി കടലറിയുന്ന, കടലിൻ്റെ ഒഴുക്കും രീതികളും ശാസ്ത്രവും അറിയുന്ന മത്സ്യത്തൊഴിലാളികളുമായിട്ട് ചർച്ച ചെയ്യാൻ സന്നദ്ധം കാണിക്കുന്നില്ല. ചില ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്, പാർട്ടിയിൽപ്പെട്ട ചില ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനെ മാത്രം ഇരുത്തി ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ പുകമറ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ 164 കോടി രൂപ ചെലവഴിക്കുമ്പോഴും അതിൽ നിന്ന് ഫലമുണ്ടാകണമെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം കൂടെ കേൾക്കണം. അതിനകത്ത് വന്ന ഒരു നിർദ്ദേശപ്രകാരമുള്ള ചർച്ചയിൽ ഞങ്ങൾ കണ്ടത് ഈ പുലിമുട്ടിൻ്റെ മുകളിൽ മറ്റൊരു നിർമ്മാണം നടത്തുകയാണ്. അതല്ല വേണ്ടത്. ആ നിർമ്മാണത്തിൻ്റെ രൂപരേഖ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ മണല് തെക്ക് നിന്ന് വടക്കോട്ടാണ് നീങ്ങുന്നതെന്ന്. ഫാദർ, നമുക്ക് വിശദമായി വരാം ഫാദർ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട്